ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വസ്തു എന്ന് വെച്ചാൽ അവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വസ്തുവാണ്. നമുക്ക് എവിടെയും പോകാൻ നേരത്ത് ഇന്നത്തെ കാലത്ത് ബോയ്സ് ആവട്ടെ ഗേൾസ് ആവട്ടെ നമുക്ക് നമ്മുടെ തലമുടി ഒന്ന് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് 80% ആൾക്കാർക്കും അറിയാം തലമുടി ഒന്ന് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇതേപോലെയുള്ള ഫ്രീസി ഹെയർ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഒരു തരത്തി അടങ്ങിയിരിക്കത്തില്ല അല്ലേ. ഫ്രീസി ഹെയർ ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടറിയാം. നമ്മളെവിടെയെങ്കിലും ഒക്കെ പോകാൻ നേരത്ത് അത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാടല്ലേ. അപ്പോൾ നിങ്ങൾ 80% ആൾക്കാരും യൂസ് ചെയ്യുമായിരിക്കും എന്താണ്, ഹെയർ ഡ്രയർ അല്ലേ. ഹെയർ ഡ്രയർ അല്ലെങ്കിൽ ഹെയർ ഡ്രയറും റൗണ്ട് കോമ്പും അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ, ഇത് നിങ്ങളിൽ പലരും യൂസ് ചെയ്യുമായിരിക്കും. നമുക്ക് അറിയാം നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുക, അന്നേരം എത്ര സമയം എടുക്കും അല്ലേ. ഒരു ഹെയർ ഡ്രയർ പിടിക്കുന്നു, റൗണ്ട് കോമ്പ് പിടിക്കുന്നു, ചീകുന്നു, നല്ല കൈക്ക് നല്ല എഫർട്ട് അല്ലേ. അതേപോലെ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്താലും നമുക്ക് സമയമെടുക്കും. അപ്പം ഇത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആകത്തില്ല. എന്നാൽ ഒരു ഹെയർ ഡ്രയറിൻ്റെ ഗുണം കിട്ടും എന്ന് വെച്ചാൽ നമ്മുടെ തലമുടി ഒന്ന് മാനേജബിൾ ആയിട്ടിരിക്കും. മറ്റേ ഇതിൻ്റെ അത്രയും ചൂടിൻ്റെ ബുദ്ധിമുട്ടില്ല. അങ്ങനെയൊക്കെയുള്ള യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വസ്തുവാണ് ദളിത്. ഈ ഒരു സാധനം എന്ന് വെച്ചാൽ പലരും ഹെയർ സ്ട്രെയിറ്റ്നറായിട്ട് കരുതുന്നുണ്ട്. ഇതൊരിക്കലും ഹെയർ സ്ട്രെയിറ്റ്നർ അല്ല. എന്താ പറയുക, ഇതൊരിക്കലും ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ ഇല്ല. ഹെയർ സ്ട്രെയിറ്റ്നർ എന്ന് പറഞ്ഞ് ആരും ഇത് മേടിക്കുകയും ചെയ്യരുത്. ഇത് നമ്മുടെ ഹെയർ ഡ്രയറിൻ്റെ യൂസാണ് ചെയ്യുന്നത്. ഹെയർ ഡ്രയറും വിത്ത് റൗണ്ട് കോമ്പ് സെയിം യൂസ് തന്നെ, അല്ലാതെ വേറെ ഒരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് നമ്മുടെ മുടി എങ്ങനെ മാനേജബിളായിട്ട് കിടക്കുന്നു അതേ യൂസ് തന്നെ, അതുപോലെ നല്ല വോളിമസ് ആയിട്ട് കിടക്കും ഈ ഒരു സാധനം യൂസ് ചെയ്താണ്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ വോളിമൈസറാണ്. നല്ലതാണ്, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു അറൗണ്ട് 3 മന്തായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിതൊരു റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ HB 2179 എന്നുള്ള മോഡലാണ്. ഇതൊരു വോളിമൈസർ ഹെയർ ഡ്രയറാണ്. ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു കോമ്പും ഇതും കൂടി ഒന്നിച്ചാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ നല്ല ഈ ഹോള് കണ്ട്, ഈ ഹോളിൽ കൂടെ ചൂട് കാറ്റ് പുറത്ത് വരികയും അതുപോലെ നല്ല ഇതുണ്ട് കണ്ടോ, ഇതിൻ്റെ പല്ലുകൾ കണ്ടോ, നല്ല പല്ലുകളാണ്. അത് നല്ല നമ്മുടെ തലമുടി ഇതിൻ്റെ അകത്ത് നല്ല ഇത് ചീപ്പിട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. ചീപ്പില്ലെങ്കിലും നമുക്കിത് കൊണ്ട് ചെയ്യാം കേട്ടോ. നമ്മൾ അതുകൊണ്ട് വേറൊരു ചീപ്പ് സെറ്റ് ആക്കണമെന്ന് പോലും നമുക്ക് വേണ്ട കേട്ടോ. നല്ല മുടി, നല്ല ഒരു മുടി പോലും വെളിയിൽ പോകാതെ നമുക്ക് വൃത്തിയായിട്ട് ചീകി ഇടാൻ പറ്റും ഇതുകൊണ്ട്. കണ്ടില്ലേ, മുടി നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതുകൊണ്ട് ചീകി ഇടാൻ പറ്റും. ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചൂട് വരത്തില്ല. അതായത് ഈ താഴ്വശം കണ്ടോ ബ്രഷാണ്. അപ്പം നമുക്കിത് നമ്മുടെ തലയോട്ടിയാൽ ഇങ്ങനെ കൊണ്ടാൽ നമ്മുടെ തല കൊള്ളത്തില്ല. നമ്മളിപ്പോൾ തല പൊള്ളുവോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പ്ലാസ്റ്റിക് പോലത്തെ എന്തോ ഇതാണ്, എന്തായാലും കൊള്ളത്തില്ല തല. ഇതിൻ്റെ ചൂടുള്ളത് തന്നെ ഈ ഒരു കളറ് കണ്ടോ, ഈ ഒരു കളറ് കാണുന്ന ഭാഗത്തെ നമുക്ക് ചൂട് വരത്തുള്ളൂ. അപ്പം നമുക്ക് ഈ മുടി ഇത് ചെയ്യുമ്പം ഇവിടെ പിടിച്ചുകൊണ്ട്, ഈ ഭാഗത്ത് പിടിച്ചുകൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ റൗണ്ടാക്കി നമുക്കിങ്ങനെ കോമ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിങ്ങനെ പിടിച്ച് വരാം. നമ്മളിപ്പോൾ ഒറ്റക്കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ പിടിച്ച് കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലായിട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഭാഗം ഒരു ഇങ്ങനെ കറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുത്തി ഇങ്ങനെ കറക്കുമ്പോഴും ഇതിങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഒരിക്കലും കുരുക്കി വീഴത്തില്ല. ഈ വള്ളിക്കാണെങ്കിലും നല്ല നീളമുണ്ട്. ഇതാണ് കണ്ടോ, ഇത്രയും നീളമുണ്ട് കണ്ടോ, നല്ല നീളമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ദൂരത്ത് കുത്തിയിട്ട് നമുക്ക് മിററിൽ നോക്കി ചെയ്യുകയും ചെയ്യാം. ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു നല്ല വശങ്ങളാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് വന്നിട്ട് ഇതുണ്ട്, ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്വിച്ച് കണ്ടോ. ഇത് ഇങ്ങനെ തിരിക്കുവാണ്. 3 ഇതുണ്ട്. ഒന്ന് ഇത് ഓഫ്, അതിൻ്റെ അപ്പുറത്ത് വരുന്നത് അവിടെ ഒരു പൂവിൻ്റെ പടം പോലെ കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ സാധാ എയറാണ് വരുന്നത്. ചിലർ പറയും തണുത്ത കാറ്റാണെന്നൊക്കെ. തണുത്ത കാറ്റല്ല, നമ്മുടെ ഹെയർ ഡ്രയറിനോട് സെയിം ഹെയർ ഡ്രയറിൻ്റെ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഹെയർ ഡ്രയർ തന്നെയാണ്. അപ്പോൾ ആ ഹെയർ ഡ്രയറിന് വരുന്ന സെയിം ഓപ്ഷൻ തന്നെയാണ് ഈ വരുന്നത്. അപ്പം ഇത് തണുത്ത കാറ്റല്ല, നമ്മുടെ സാധാ കാറ്റാണ് വരുന്നത്. മുടി ജസ്റ്റ് ഒന്ന് ഉണക്കുക എന്ന യൂസിനാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്നത്
നമ്മുടെ ചെറിയ ചൂട്, പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്നത് 2 വരയായിട്ട് കാണുന്നത്, 2 അല്ല 3 വരയുണ്ട്, എസ് പോലെ കണ്ടോ, ആ 3 വരയായിട്ട് കാണുന്നത് നല്ല ഇതിൻ്റെ മാക്സിമം ചൂട്. അപ്പം നമുക്ക് ഇതൊന്ന് കുത്തി ഞാനിത് ഓണാക്കി കാണിക്കാം. ഇതിൻ്റെ ഇവിടം വരുന്നത് ഇതാണ്, 2 പല്ലുള്ള. ഞാനിപ്പോൾ സ്വിച്ചിലൊന്ന് കുത്തിയിട്ടുണ്ട്. ഇതിപ്പം ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കിയിട്ടില്ല, അത് അവിടെ ഇരിക്കട്ടെ. ഇതിന് ഞാൻ ഈ തലമുടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഓണാക്കി ഇങ്ങനെ അങ്ങ് വലിയ ഉള്ളില്ലാത്തവരൊക്കെ പാർട്സായിട്ടൊന്നും എടുക്കണ്ട. ഇതുപോലെ വെച്ചിട്ട് ചൂടാക്കി അങ്ങ് എടുത്താൽ മതി. ഞാൻ ചെയ്യുന്നത് അങ്ങനെ, എനിക്ക് സൗകര്യം അങ്ങനെ. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി പോവുക, കുളിക്കുക, തല തൊഴുക്കുക, വരിക, ഇതുകൊണ്ട് ചെയ്യുക. പാർട്സായിട്ടൊന്നും എടുക്കാൻ ഞാൻ മെനക്കെടാറില്ല. എന്നാൽ പാർട്സായിട്ട് എടുത്താൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കാവുന്നവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ പാർട്സായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ ചെറിയ പാർട്സായിട്ട് ഇങ്ങനെ കുറേശ്ശെ മുടിയായിട്ടുണ്ട്. എത്രയും അധികം ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുക്കുന്നത് അത്രയും നല്ലത്. കാരണം കുറച്ച് മുടിയായാലും അതിൻ്റെ ഫോട്ട് വരിക എന്ന് പറയുമ്പം അത് അത്രയും നല്ലതല്ലേ. എല്ലാ മുടിയാലും കൂടി വരുന്നതിനെക്കാട്ടിലും കുറച്ച് വരുന്നതായിരിക്കും നല്ല. ഇങ്ങനെ ബാക്കിയുള്ള മുടികൾ ഇങ്ങനെ ഒരു ക്രാബോ നമുക്ക് തന്നെ ചെയ്യുമ്പം ഒരു ക്രാബോ എന്തെങ്കിലും ചെയ്യും, ഒരു സലൂൺ പോലെ എല്ലാം നമ്മൾ അത്രയും വലിയ ഇതായിട്ടൊന്നും ചെയ്യണ്ടല്ലോ. ഇതേപോലെ ഞാൻ ഇപ്പം ഇത്രയും മുടി എടുക്കാം. ഇത്രയും മുടി എടുത്തിട്ട് ഞാൻ കാണിക്കും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയണ്ടായല്ലോ, തലയിൽ എണ്ണമയം ഒന്നും കാണരുത്. നമുക്ക് എണ്ണമയം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതേപോലെ ചൂട് ഇങ്ങനെ സ്ട്രെയിറ്റ്നർ അല്ലെങ്കിൽ വോളിമൈസർ ഇതൊന്നും ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഷാമ്പൂ ഇട്ട് കഴുകണം. പിന്നെ നമുക്ക് മുടിയുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എന്നെ ഇരിക്കുന്നത് ഹെയർ പ്രൊട്ടക്ഷൻ്റെ ഈ ഹെയർ മിസ്റ്റ് B20 ഇത് നല്ലൊരു കമ്പനിയാണ് കേട്ടോ, നല്ലൊരു കമ്പനിയാണ്. നമ്മളെ മുടിക്ക് ഒക്കെ നല്ല പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടും, അങ്ങനെയുള്ളതാണ്. അപ്പം ഇതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറയണ്ടായല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് മുടിക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മളിങ്ങനെ പാർട്സായിട്ട് എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, മുടി ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതെടുത്തിട്ട് ഞാനിത് ഫുൾ സ്പീഡിലാണ് ഇടുന്നത്, കണ്ടോ. കണ്ടോ, ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് കോംബ് ചെയ്തെടുത്താണ്. ആ മുടിയുടെ ഒരു വ്യത്യാസം കണ്ടോ, നല്ല മാനേജബിളായിട്ടിരിക്കുന്നുണ്ട്. ആ മുടിയുടെ സ്ട്രെയിറ്റിൻ്റെ വ്യത്യാസമുണ്ട് കണ്ടോ, ഇത്രയും കൂടി വലുതായിട്ടുണ്ട് മുടി. ഈ 2 മുടിയുടെയും വ്യത്യാസം കണ്ടോ. ഇതേപോലെ ചെറിയ ചെറിയ പാർട്സായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് മുടി സെറ്റ് ചെയ്യാം. അധിക സമയമൊന്നും എടുക്കത്തില്ല. നമ്മളിപ്പം കുളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ മുടി ഒന്ന് സാധാരണ നമ്മൾ മുടി ചീവത്തില്ലേ, അതേപോലെ ചീവുന്ന ആ ഒരു സമയമേ എടുക്കത്തുള്ളൂ. അതിനെക്കാട്ടി അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, കൂടുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തലമുടി സെറ്റാക്കി എടുക്കാൻ പറ്റും ഈ ഒരു സാധനം കൊണ്ട്. എനിക്കൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ മുടിയും ഒരു 10 മിനിറ്റ് ഒന്നും എടുക്കത്തില്ല. ഞാൻ അതിന് മുമ്പേ കാര്യം ഞാനിങ്ങനെ പാർട്സായിട്ടൊന്നും എടുത്ത് സമയം ആക്കാത്തതുകൊണ്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മുടെ തലമുടി പിന്നെ ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വോളിമൈസർ ഇട്ട് സ്റ്റൈൽ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെളിയിലോട്ട് വളയും. അതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അകത്തോട്ട് വളയും. അങ്ങനെ നമുക്ക് മറ്റേ ലെയർ കട്ടൊക്കെ എടുത്തവർക്കൊക്കെ ആ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്യാം. കണ്ട് ഈ 2 സൈഡും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് കണ്ടോ. ഇതാണ് എൻ്റെ ശരിക്കുള്ള ഒറിജിനൽ മുടി. പക്ഷേ ഇതാണ് ഇതുകൊണ്ട് വെച്ചത്. ഇതിൻ്റെ ഒരു മിനുസം ഉണ്ട് കണ്ടോ. ഈ ഒരു മുടിയുടെ ഇതും ഈ ഒരു തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടോ. ക്രിസ്മസും കുറവുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പാർട്സായിട്ട് ചെയ്യുന്നത്. ഞാൻ പാർട്സ് ഇല്ല സാധാരണ ചെയ്യുന്ന പോലെ കാണിക്കാം. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ രീതിയിലാണ് ചെയ്യാറ്. പക്ഷെങ്കിൽ പാർട്സായിട്ട് എടുത്താലാണ് നമ്മുടെ മുടി കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ അത്ര ലാസ്റ്റ് ചെയ്യത്തില്ല. പാർട്സായിട്ട് എടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ സമയം ഇതിൻ്റെ ആ സ്ട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കുറച്ചുകൂടെ നിൽക്കും.
നമ്മുടെ തലമുടിയിൽ കുറച്ച് ജലാംശം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്തി കഴിയുമ്പോൾ ഉള്ള നനവില്ലേ, ആ ഒരു നനവിലാണ് നമ്മൾ തലമുടി ഇതുപോലെ കോമ്പ് ചെയ്യുന്നതെങ്കിൽ, ഹോട്ട് ബ്രഷിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ചെറിയൊരു എണ്ണമയം ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് ഇത്ര റിസൾട്ട് കുറവായിട്ട് കാണുന്നത്. എന്നാലും ഇത് നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ചെറിയ നനവോടെയും അതുപോലെ ഒട്ടും എണ്ണമയം ഇല്ലാതെയും ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇതിലും കുറച്ചുകൂടെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാ കണ്ടോ, ഒരു 5 മിനിറ്റ് പോലും ശരിക്കും എടുത്തിട്ടില്ല ഇങ്ങനെ ഒന്ന് ചെയ്യുവാൻ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പതിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഇങ്ങനെ നമ്മൾ സാധാ കോമ്പ് ചെയ്യുന്നവരാണ് എടുത്തത്. അപ്പം കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് ചീകി എടുത്താൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് ഈ രീതിയിലാണ് മുടി, കാരണം എനിക്ക് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്ത് കിടന്നാൽ മതി. അതങ്ങനെ മാനേജ് ചെയ്ത് കിടക്കും. അങ്ങനെ എൻ്റെ ആദ്യത്തെ ആ മുടിയുടെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ആ ഒരു റിസൾട്ടും തമ്മിൽ കണ്ടോ നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ, ആദ്യം കിടന്നത് എങ്ങനെയാണ്, ഇപ്പം കണ്ടത് ഇങ്ങനെയാണ്. നല്ലൊരു നാച്ചുറൽ ഫിനിഷാണ്. നമ്മൾ ആ തലമുടിയിൽ ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും പുറത്ത് നോക്കുന്ന ഒരു മനുഷ്യൻ പറയത്തില്ല. ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ്നർ ചെയ്തെന്നോ അങ്ങനെയൊന്നും പറയത്തില്ല. കണ്ടേ, നല്ലൊരു നാച്ചുറൽ ലുക്കായിട്ട് കിടക്കും. എന്നാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചത് ഇത് കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങനെ കാണിക്കുന്ന വെച്ചാൽ കണ്ട ആ ഒരു കുരുക്കില്ല. അതേസമയം നോർമലായിട്ട് എൻ്റെ തലമുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് വരാൻ പറ്റത്തില്ല. ഇവിടം വരെ വരുമ്പോഴത്തേക്കിന് ഉടക്കായിട്ടുള്ളത് നല്ലൊരു ഇത് കുറച്ചുകൂടെ ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചതേ ഉള്ളൂ. പ്രൊസീജിയർ വൈസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ചെയ്തിട്ടാൽ മതി. ഇതിങ്ങനെ കിടന്നോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ഇത് അത്രയ്ക്ക് നമുക്ക് ഒരു സാധാരണക്കാർക്ക് നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു 2000 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ അതിനുള്ള വർത്തുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം 1000 താഴെയുള്ളത് കിട്ടും. ഇതേലത്തെ പ്രൊഡക്റ്റും ഒക്കെ നമ്മൾ അതൊക്കെ മേടിക്കാതെ ഇതേലത്തെ സാധനങ്ങളൊക്കെ മേടിക്കും. ഇച്ചിരി പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ തലമുടിയെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം മുടി കരിഞ്ഞു പോകാനും അങ്ങനെയൊന്നും ഇട വരത്തില്ല. പിന്നെ ഇത് ഉപയോഗിക്കുന്ന വെച്ചാൽ സെറാമിക് പ്ലേറ്റാണ്. അപ്പം കോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ എല്ലായിടത്തും സ്പ്രെഡാകും. കണ്ടോ, ഇതിനകത്ത് ചൂട് കണ്ടിട്ടേ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ അകത്തെ പ്ലേറ്റിലുണ്ട് ചെറുതായിട്ട് ചൂട്. നമ്മൾ ഈ ചെയ്യുമ്പോൾ തന്നെ ഈ ചീപ്പിൻ്റെ ആ പല്ലുകൾ കറക്റ്റ് മുടിയുടെ എൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ കുറച്ച് ഉള്ളേ ഉള്ളൂ. കാരണം വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് ഈ മുടിയുടെ ഇപ്പുറത്തെ സൈഡ് വരെ കയറുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ ചെറിയ ചെറിയ പാർട്സായിട്ടാണ് എടുക്കുന്നത്. എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പം ഈ ഒരു പ്ലേറ്റ് പറ്റുന്ന ആ ഒരു തലമുടിക്കായി അത്രയും മുടിക്കാണ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാ മുടിക്കും അതേപോലെ തന്നെ ചൂട് കിട്ടും. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പാർട്സായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ചുമ്മാ ഇങ്ങനെ ചീകിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. നമ്മുടെ ആവശ്യപ്പെടും. നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് മുടി മാനേജായിട്ട് കിടന്നാൽ മതിയെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ അങ്ങ് ചെയ്തിട്ട് പോയാൽ മതി. ഒരു പ്രശ്നമായിട്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണം, മുടി ഒന്ന് മാനേജായി കിടക്കണം, ജസ്റ്റ് ഇത് ഓൺ ചെയ്യുക, ഒന്ന് ചീകി ഇടുക, ജസ്റ്റ് സ്ലൈഡോ എന്തെങ്കിലും കുത്തുക, പോവുക. വേറെ ചീപ്പിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ഇപ്പം നമ്മുടെ എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെടയുണ്ടെങ്കിൽ തന്നെ എന്ന് വെച്ചാൽ ചെറിയ ഉടക്കുണ്ടെങ്കിൽ പോലും ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യിക്കഴിഞ്ഞാൽ ആ ഉടക്കങ്ങ് പോകും. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുടി എന്ന് വെച്ചാൽ എപ്പോഴും ഉടക്ക് വരുന്നതാണ്. ഈ സാധനം കിട്ടിയ പിന്നെ ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ വേറെ ഒരു കോമ്പ് എടുത്തിട്ട് അധികം യൂസ് ചെയ്യാറില്ല. കിട്ടില്ല, എൻ്റെ ആ മുടിയുടെ ഒരു വ്യത്യാസം നാച്ചുറൽ ഫിനിഷായിട്ട് കിടക്കും. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു, വർത്തായിട്ട് തോന്നുന്നു. ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാമേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ക്ലീനാക്കി വെക്കണം. ക്ലീനാക്കി വെച്ചില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകില്ല. കാരണം ഇതായത് കണ്ടു ഇപ്പം തന്നെ ഞാൻ ചെയ്യും. ഇപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഹെയർ ഫോളിംഗ് ഉണ്ട്. ഇതുപോലെ ഹെയർ ഫോളിംഗ് ഉള്ളവരുടെ മുടി ഇതിനകത്ത് വന്നിരിക്കും. നമ്മൾ ചീപ്പ് ക്ലീൻ ചെയ്തതുപോലെ തന്നെ ഇതിൽ നിന്നും തലമുടി മാറ്റി എടുത്താലേ നമുക്ക് അടുത്ത പ്രാവശ്യം
ഈ ഹോളിൽ കൂടെ കാറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം യൂസ് ചെയ്ത് പിന്നെ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരുടെയും കുറ്റമല്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. ജസ്റ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് അവിടെ ഇട്ടിട്ട് പോകരുത്. കാരണം നമ്മൾ ഡ്രയർ യൂസ് ചെയ്യുന്നവർക്ക് റൗണ്ട് കോപ്പലാണ് തലമുടി വരുന്നത് അല്ലേ. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, നമ്മുടെ മെഷീനിൽ തന്നെയാണ് തലമുടി വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ബൈ ബൈ, സീ യു സൂൺ.